അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും സുപ്രഭാതം വെളിച്ചം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ത്യാഗത്തിൻ്റെയും സ്മരണയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് നമ്മിലേക്ക് ബലിപെരുന്നാൾ കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഉളിഹത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചർച്ചകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് പ്രശസ്ത കർമ്മശാസ്ത്ര പണ്ഡിതനായ മുഹമ്മദ് ബാക്കി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഈ ചെയറിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, നമ്മളിന്ന് പരിശുദ്ധമായ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉളിഹത്തിൻ്റെ ചർച്ചയിൽ പല ആളുകൾക്കും പ്രേക്ഷകർക്ക് പല സംശയങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഉളിഹത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഉളിഹിയത്ത്, നമ്മൾ എന്താണ് ഉളിഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫൗസിക്കും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഉളഹിയത്ത് എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ബലികർമ്മമാണ്. നമുക്ക് ദുൽഹിജ്ജ മാസമാണ് വരാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗബ സൂറത്തിൽ പറഞ്ഞ മിൻഹ അർബഅത്തുൻ ഹുറും, അതി ശ്രേഷ്ഠതകളുടെ 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. 3 മാസങ്ങളുടെ 10കൾ അതിശ്രേഷ്ഠമായ 10കളാണ്. റമളാനു ഷരീഫിൻ്റെ അവസാനത്തെ 10, അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ 10, അത് കഴിഞ്ഞാൽ മുഹറമിൻ്റെ ആദ്യ 10. ഇതിൽ റമളാനിൻ്റെ അവസാനത്തെ 10 തന്നെയാണ് ശ്രേഷ്ഠത എന്നാണ് ഫത്തുലുമീൻ വരെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രബലം. ഈ ദിവസങ്ങളിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൽക്കർമ്മ നിരതരാകേണ്ടതുണ്ട്. 1 മുതൽക്ക് തന്നെ 9 കൂടിയ ദിവസങ്ങളിൽ നോമ്പ് അതിപ്രധാന സുന്നത്താണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് തന്നെ സുന്നത്തായ നോമ്പ് അറഫ നോമ്പാണ്. അറഫ നോമ്പ് ഹാജിമാർക്ക് അവിടെ വെച്ച് സുന്നത്തില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പ് അതതു നാടുകളിൽ എന്നാണോ ദുൽഹിജ്ജ 9 അതാണ്. ചില ബിദായി കക്ഷികളൊക്കെ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ ആവാം, മിന അവിടെ അറഫയിൽ എന്നാണോ ഹാജിമാർ 9 നിൽക്കുന്നത് അതേ പകലിൽ തന്നെ ഇവിടെ നോമ്പ് നോറ്റ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സത്യത്തിൽ അറിവില്ലായ്മ കൊണ്ടാണ്. അവനവൻ്റെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്ന് അറഫ നോമ്പ് അതിപ്രധാനമാണ്. 9 കൂടിയ ദിവസങ്ങൾ 1 മുതൽക്ക് അതിപ്രധാനമാണ്. ഫത്തുലുമീൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 മുതൽ ആദ്യ 10കളിൽ വൽ ഫജ്രി വലയാൽ നശർ സൂറത്ത് നിത്യവും മുതൽ സുന്നത്താണ്. ഇയാനത്തു താലിബീനിൽ കാണാം കുൽഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും പെരുപ്പിക്കൽ സുന്നത്താണ്. വിക്റുകളും ദുആകളും സ്വലാത്തുകളും വളരെയേറെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ആദ്യ 10കളെ വളരെ ധന്യമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 10ാം രാവിനെ ഇഹ്യാ ചെയ്യുക, രാത്രി ജമാഅത്തുകളിലൊക്കെ കൂടി അധിക സമയം വിക്ർ ദുആകൾ മുഴുകുക അതിപ്രധാന സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം. അത് കഴിഞ്ഞ് ബാക്കി സുന്നത്തുകളൊക്കെ സ്ഥാനമുള്ളൂ. അതുപോലെ തന്നെ ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങളിൽ അള്ളാഹു തആലാക്കുള്ള ബലിദാനമായി പ്രത്യേക നിയ്യത്തോടുകൂടെ ആട്, മാട്, ഒട്ടകങ്ങളിൽ നിന്ന് പ്രത്യേക നിബന്ധനകളോടെ അറുക്കപ്പെടുന്ന ബലിദാനത്തിൻ്റെ പേരാണ് ഉളുഹിയത്ത്. അത് സുന്നത്താണ് എന്നുള്ളതാണ് നിയമം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് നിർബന്ധമായിരുന്നു. ബഹുമാനപ്പെട്ട ബഹ്ജയിൽ കാണാം, ഖുസൻ നബിയ്യു ബി വുജൂബിൽ ഉൽഹിയ വൽ വിത്രി വല്ലൂഹ വലിസുൽഫാഹിയ. ലുഹ നിസ്കാരം, വിത്ർ നിസ്കാരം, ഉലുഹിയത്ത്, ബലിദാനം, ഇതൊക്കെ നബി തങ്ങൾക്ക് വാജിബായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് മുഅക്കദ, വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്ത്. ഇവിടെ തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ ദാനധർമ്മങ്ങളെക്കാളും ഒക്കെ സ്ഥാനം ഉലുഹിയത്തിനാണെങ്കിൽ പോലും അവനവൻ്റെ നാട്ടിൽ ചികിത്സാ കാര്യങ്ങൾക്കോ പാർപ്പിട കാര്യങ്ങൾക്കോ ഭക്ഷ്യകാര്യങ്ങൾക്കോ വസ്ത്രകാര്യങ്ങൾക്കോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനുമാണ് ആ നാട്ടുകാരിൽ 1ാം സ്ഥാനമായിട്ട് അവരുടെ ബാധ്യത തീർക്കേണ്ടത്. അത് ഫർള് കിഫയാണ്. ആ ഫർള് കിഫ കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്ത് തന്നെയാണ് ഉലുഹിയത്ത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നിബന്ധനകളും മറ്റുമൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പാലിച്ച് അറവ് നടത്തിയാൽ വളരെ പ്രധാനമാണ്. ആട്, മാട്, ഒട്ടകം എന്ന ഈ മൃഗങ്ങളിൽ നിന്ന് മാത്രമേ പറ്റൂ. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ആടുകൾക്ക് 2 വയസ്സ് പൂർത്തിയാകണം, മാടുകൾക്കും 2 വയസ്സ് പൂർത്തിയാകണം. ദുൽഹിജ്ജ 10 അഥവാ ബലിപെരുന്നാൾ സുദിനത്തിൻ്റെ
സൂര്യോദയം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുവാനും 2 ഖുത്ബ ഓതാനുമുള്ള ടൈമും കഴിഞ്ഞ് 13-ൻ്റെ മഗ്രിബ് വരെ അറുക്കപ്പെടാം. പെരുന്നാൾ 10-ന് തന്നെ സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനും ഖുത്ബ ഓതാനുമുള്ള ടൈം കഴിഞ്ഞിട്ടാണ് ഏറ്റവും അഫ്ദൽ. 10-ലാണ് അഫ്ദൽ. എത്രയും അറുക്കപ്പെടാം ഒരാൾക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ വലിയൊരു പ്രധാനപ്പെട്ട ബലിദാനമാണ്. സ്വഹിയ ഹദീസല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും മൗഖൂഫായ ഒരു ഹദീസിൽ മൻ വജദ സായത്തൻ, സാമ്പത്തികമായ ശേഷിയുള്ളവൻ, ഫലം യുളഹി ഉലൂഹിയത്തെറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ നമ്മുടെ കൂടെ നിസ്കരിക്കാൻ വരരുത് എന്ന് പോലും ഹദീസിലുണ്ട്. ഇത് വെച്ചൊരിക്കലും നിർബന്ധമാണ് എന്ന് പറയരുത്. നിർബന്ധമില്ല, സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഈ ഹദീസ് തന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് മൗഖൂഫായ ഹദീസാണ്, മർഫൂ അല്ലാന്ന്. ഏതായാലും സുന്നത്ത് മുഅക്കദയായ ഒരു ബലിദാനമാകുന്നു ഉദ്ഹിയത്ത് എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ ഈ അമുസ്ലിമായ നമ്മുടെ മതസൗഹാർദ്ദമായതിൻ്റെ പേരിൽ ഉദ്ഹിയത്തിൻ്റെ മാംസം നമുക്ക് അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം എന്ന് പറയാമോ? ഇത് ഇന്ന് പ്രത്യേകം ഈ ആധുനിക ലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. അമുസ്ലിമീങ്ങൾക്ക് നമ്മളെ ബലിദാനം കൊടുക്കാൻ പറ്റുമോ? ഉദ്ഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം അമുസ്ലിം ഭേദമന്യേ ഏവർക്കും ദാനധർമ്മങ്ങൾ വലിയ പ്രതിഫലാർഹമായ പുണ്യമലാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഹൈന്ദവ സഹോദരങ്ങളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, ജൂതന്മാരാവട്ടെ, മതമില്ലാത്തവരാവട്ടെ, മതമുള്ളവരാവട്ടെ, ആർക്കും ഭക്ഷണങ്ങൾ നൽകുകയും അന്നപാനീയങ്ങൾ നൽകുകയും വസ്ത്രങ്ങൾ, പാർപ്പിടങ്ങൾ, ഏതു സഹായവും സഹകരണവും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതിനൊക്കെ പരലോകത്ത് നല്ല നിയ്യത്തോടെ ചെയ്താൽ പ്രതിഫലമുണ്ട്. പക്ഷേ ഉലുഹിയത്ത് ബലിമാംസത്തിൻ്റെ ബലിമാംസം, അഖീഖത്ത്, സക്കാത്ത്, കഫാറത്ത്, ഫിദിയ, ഇതുപോലെയുള്ള ചിലതുണ്ട്. അത് നമ്മുടെ ഇബാദത്തിൻ്റെ ഭാഗമാകയാൽ അതൊരിക്കലും അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് അറവ് ബലി നടത്തിയവനോ അവൻ്റെ കുടുംബമോ അവർ മറ്റാൾക്കെങ്കിലും ദാനധർമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോ അത് വേവിച്ചതോ പച്ചയായിട്ടോ ഒന്നും ഉലുഹിയത്തിൻ്റെയും അഖീഖത്തിൻ്റെയും മാംസത്തിൽ നിന്ന് അത് സുന്നത്തായാലും നിർബന്ധമായാലും കൊടുക്കരുത് എന്നുള്ളത് അങ്ങനെ തന്നെ നിയമമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുഹഫത്തുൽ മുഹ്താജ് വാള്യം 9 363 പേജിൽ മുത്തലഖൻ നിരുപാധികമാണ് നിയമം. ഒരു നിലക്കും ആ മുസ്ലിമീങ്ങൾക്ക് ഇത് കൊടുത്തുകൂടാ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് നമ്മുടെ സൗഹാർദ്ദത്തിനെതിരല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതൊരു പാവപ്പെട്ടവനും മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആർക്കും നാം ദാനങ്ങൾ നൽകണം. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഭക്ഷണം കൊടുത്താലും വസ്ത്രം കൊടുത്താലും കാശ് കൊടുത്താലും എല്ലാത്തിനും അവരെയൊക്കെ നാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നും മുസ്ലിം അമുസ്ലിം ഭേദം നാം കാണേണ്ടതില്ല. പക്ഷേ സക്കാത്ത്, ഉലുഹിയത്ത്, ഹഖീഖത്ത്, കഫാറത്ത്, ഫിദിയത്ത് പോലെയുള്ള ഈ നിശ്ചിതമായ ഈ ഇബാദത്തിൻ്റെ ഭാഗങ്ങളായ ബലിദാനങ്ങളിൽ നിന്ന് ഒരംശം പോലും ഒന്നും ബോട്ടിയാവട്ടെ, തലച്ചോറാവട്ടെ, കൈക്കാലുകളാവട്ടെ ഒന്നും മുസ്ലിമേതരർക്ക് അവരെത്ര അയൽവാസികളാണെങ്കിലും തൻ്റെ ജോലിക്കാരാണെങ്കിലും വേവിച്ചതാണെങ്കിലും പച്ചയാണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന. പിന്നെ ചില ഇബാദത്തുകളൊക്കെ വെച്ചുകൊണ്ട് ദിമ്മിയായവർക്ക് കൊടുക്കാമെന്നൊക്കെ പറയാറുണ്ട്. ഈ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും നമ്മൾ ദിമ്മിയല്ല, അതൊക്കെ അഹ്ലി കിതാബിൽ നിന്നുള്ള പ്രത്യേക ഒരു വിഭാഗമാണ് ദിമ്മി. മജ്മുവിൻ്റെയും ഷറൽ മുഹദ്ദബിൻ്റെയും ഇമാം ബഗ്വിയുടെയും ഇബാറത്ത് വെച്ചുകൊണ്ടൊക്കെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉലുഹിയത്ത് അഖീഖകൾ വിതരണം ചെയ്യാവൂ. അതുപോലെ ഉസ്താദ്, നമ്മൾ ഇപ്പോൾ ഹജ്ജിന് പോയ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് പോയവർക്ക് ഇവിടെ ഷെയർ കൂടി ഈ ഉലുഹിയത്തിൽ ഭാഗമാക്കാൻ പറ്റുമോ എന്നുള്ളത്? അൽഹംദുലില്ലാഹ്, നല്ലൊരു ചോദ്യമാണത്. ഗൾഫിലൊക്കെ സത്യത്തിൽ 4 അറിവുകളാണ് ഹാജിമാർക്ക് അവിടെ സാധാരണ കൂപ്പൺ നൽകപ്പെടാറുള്ളത്: ഹദിയ്, ഫിദിയ്, ഉലുഹിയത്ത്, സ്വതക്ക. അതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങൾ അറക്കപ്പെടുന്ന ഈ ഉലുഹിയത്തിൽ ഷെയർ കൂടിയും മറ്റുമൊക്കെ ഹാജിമാർ നാട്ടിലെ ആളുകളെ വക്കാലത്താക്കാറുണ്ട്. അത് ശരിയാണ്. അവിടെയുള്ളവർക്ക് ഇവിടെയുള്ളവരെ വക്കാലത്താക്കി നാട്ടിൽ വെച്ച് ഉലുഹിയത്ത് അറുക്കാം. ഹറമിൽ 1,00,000 ഇരട്ടി പുണ്യമാണ് എന്ന് വെച്ചിട്ട് ഇവിടെയുള്ള ഒരാൾക്ക് അവിടെ ആരെങ്കിലും ഹറമിലുള്ളവരെ മിനയിലോ മറ്റോ അറുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വക്കാലത്താക്കാം. കേരളത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റൊരു നാട്ടിൽ അങ്ങോട്ട് വക്കാലത്താക്കാം. യു പിയിലോ ജാർഖണ്ഡിലോ ഒറീസയിലോ ബംഗാളിലോ ഉള്ള സഹോദരങ്ങൾക്ക് മാംസം കിട്ടട്ടെ എന്നുള്ള നിയ്യത്ത് പ്രകാരം ആരെങ്കിലും അവിടെ വക്കാലത്താക്കി ഇവിടെയുള്ള നമുക്ക് അങ്ങോട്ട് വക്കാലത്താക്കാം. എല്ലാം പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഏൽപ്പിക്കുന്നവനായ മുവക്കിലിൻ്റെ പ്രദേശത്തും
ഇത് ഏറ്റെടുത്ത് ഉലുഹിയത്ത് കർമ്മം ബലി കർമ്മം നടത്തപ്പെടുന്ന വക്കീലിൻ്റെ നാട്ടിലും സമയമായിരിക്കണം. അത് 11-നോ 12-നോ ഒക്കെ ആകുമ്പോൾ മിക്കവാറും സമയമാകും. 13-നാകുമ്പോൾ ചിലപ്പം ഒരു സ്ഥലത്ത് ടൈം കഴിഞ്ഞിരിക്കും. 10-നാകുമ്പോൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകില്ല. ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഫതാവൽ കുബ്രയിലും തൊയ്ഫയിലും വക്കാലത്തിൻ്റെ ബാബുകളിലും ഉലുഹിയത്തിൻ്റെ ബാബുകളിലും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വ്യക്തമാകും. മുവക്കിലിൻ്റെയും വക്കീലിൻ്റെയും നാട്ടിൽ സമയമായിരിക്കണം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വക്കാലത്തിൻ്റെ വിഷയത്തിലൊക്കെ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ അത് ശ്രദ്ധിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വക്കാലത്താക്കാം, ഷെയർ കൂടാം, എല്ലാം അനുവദനീയമാണ്. പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഉളിയത്ത് ആണുങ്ങൾക്കാണ് ഇറക്കുന്നത്, പെണ്ണുങ്ങൾക്ക് ഉളിയത്ത് ഇറക്കുന്നതിനെ കുറിച്ച് ഒന്ന് അവതരിപ്പിക്കാം. ഉലുഹിയത്ത് കർമ്മം ആണിനായാലും പെണ്ണിനായാലും ഒക്കെ സുന്നത്ത് മുഅക്കദ തന്നെയാണ്. മേൽപ്പറഞ്ഞ സാമ്പത്തിക ശേഷി പെരുന്നാളിൻ്റെ ദിനരാത്രങ്ങളിൽ അത്യാവശ്യ ചെലവുകൾ കഴിച്ച് മിച്ചമുള്ളവർക്കൊക്കെ വളരെ ഫലവത്തായ സുന്നത്താണ് എല്ലാ വർഷവും ഉലുഹിയത്ത് അറുക്കൽ. ഇതാണ് നമ്മുടെ മദ്ഹബ്, യഥാർത്ഥ നിയമം അതാണ്. അത് സ്ത്രീകൾക്കുമാകാം പുരുഷന്മാർക്കുമാകാം, എല്ലാം അനുവദനീയമാണ്. അവരൊക്കെ ഷെയർ കൂടുമ്പം ഈ വക്കാലത്തിൻ്റെ കാര്യമൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ പുണ്യ അമൽ അശ്രദ്ധ കൊണ്ട് വളരെയേറെ ആളുകൾ നിഷ്ഫലമാക്കുന്നുണ്ട്. ഉലുഹിയത്തിൻ്റെ വിഷയത്തിലും സംഘടിത ഉലുഹിയത്തിൻ്റെ വിഷയത്തിലുമൊക്കെ ഒരുപാട് അപാകതകൾ വരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഷർത്തുകൾ ഫറളുകൾ ഉസ്താദുമാർ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ അത് അരോചകമായി തോന്നും. ഇങ്ങനെയൊക്കെ നൂലാമാലകളൊക്കെ ഉണ്ടോ എന്ന്. അതല്ല, അത് അതിൻ്റെ യഥാക്രമമായിരിക്കണം. കാരണം നമ്മുടെ ഏതൊരു ഇബാദത്തും അത് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് പോലെ ആകുമ്പോൾ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ, സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരല്പം നമുക്ക് അവസാനം പറയാം. അതുപോലെ ഉളിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഉലുഹിയത്തുമായി ബന്ധപ്പെട്ടും മറ്റു അറിവുകളുമായി ബന്ധപ്പെട്ടും ഒരു 10-15ഓളം പ്രധാനപ്പെട്ട സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഉലുഹിയത്ത് അറവ് നടത്തുന്നവൻ അത് ഏൽപ്പിക്കപ്പെട്ട വക്കീലല്ല. അറവ് നടത്തുന്നവൻ അറവ് കഴിഞ്ഞതിൻ്റെ ശേഷം ഉലുഹിയത്ത് കർമ്മത്തിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണെന്ന് അൽ ബറക്ക എന്ന കിതാബിൻ്റെ 411-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ പ്രത്യേക തക്ബീറുകൾ, പ്രത്യേകമായ ദുആകൾ, അതുമായി ബന്ധപ്പെട്ട ഏറെയേറെ സുന്നത്തുകളുണ്ട്. അതുപോലെ ഉസ്താദ്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളിയത്ത് അറുക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ, വളരെ നല്ല ചോദ്യം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഉലുഹിയത്ത് അറുക്കാൻ പറ്റുമോ? മരണപ്പെട്ട മാതാപിതാക്കളാകട്ടെ കുടുംബാംഗങ്ങളാവട്ടെ, മരണപ്പെട്ട ഏത് സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ടും ഖുർആൻ പാരായണമോ ദാനധർമ്മങ്ങളോ ദുആകളോ ഏത് പുണ്യം ചെയ്താലും അവർക്കൊക്കെ അതിൻ്റെ ഈസ്വാലു സവാബ് കൊണ്ട് തത്തുല്യ പ്രതിഫലം അവരിലേക്ക് എത്തിക്കണേ ദുആ ചെയ്താൽ ഫലമുണ്ട് എന്നാണ് സത്യം. ബഹുമാനപ്പെട്ട ഫതുഹുൽ മൊയ്നൊക്കെ 328-ാമത്തെ പേജിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഇമാമികളും രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉലുഹിയത്ത് അറുക്കുക എന്നതും സ്വഹിയാണ്. ചില നിബന്ധനകളുണ്ട്. വലാ തഖഉ വലാ തസിഹുൽ ഉലുഹിയത്തു അനിൽ മയ്യിത്തി ഇല്ലാ ഇൻ ഔസാബിഹ. മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഈ മരണപ്പെട്ട വ്യക്തി ഉലുഹിയത്ത് അറുക്കണം എന്ന് വസിയ്യത്ത് ചെയ്തെങ്കിൽ മാത്രമേ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉലുഹിയത്ത് അറുക്കാവൂ എന്ന നിയമം. ഉദാഹരണം, എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു. അവർ ഞങ്ങളോട് അങ്ങനെ വസിയ്യത്ത് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് വേണ്ടി ഒരു ഉലുഹിയത്ത് അറുക്കുക എന്നൊരു സുന്നത്ത് നമുക്കില്ല. നേരെ മറിച്ച് ഞാനൊരു ഉലുഹിയത്ത് കർമ്മം നടക്കുമ്പോൾ അതിൽ പ്രതിഫലത്തിൽ എൻ്റെ ബാപ്പാനെയും കൂടി കൂറാക്കിയിട്ട് നിയ്യത്ത് വെക്കാം. അത് രണ്ടും രണ്ടാണ്. അത് മരണപ്പെട്ട ആരെയും അവരെ വസിയ്യത്തില്ലെങ്കിലും സമ്മതമില്ലെങ്കിലും എത്ര പേരെയും വേണമെങ്കിൽ പ്രതിഫലത്തിൽ എനിക്ക് കൂറാക്കാം. അത് മരണപ്പെട്ടവരെ മാത്രമേ കൂറാക്കാവൂ എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം. ജീവിച്ചിരിപ്പുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ കൂറാക്കാം എന്നാണ് ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം. ഏതായാലും പ്രതിഫലത്തിൽ അവരെ കൂറാക്കാം. പക്ഷെ മരണപ്പെട്ടവരെ തൊട്ട് ഉലുഹിയത്ത് അറുക്കുക എന്നുള്ളത് സ്വഹിയാകണമെങ്കിൽ അവർ വസിയ്യത്ത് ചെയ്തിരിക്കണം. വസിയ്യത്ത് ചെയ്യാത്ത ഉമ്മാക്കോ വാപ്പാക്കോ വേണ്ടിയിട്ട് അവരുടേത് എന്ന നിലയ്ക്ക് ഒരാൾ ഉലുഹിയത്ത് അറുത്താൽ ലാ തഖഉ അൻഹു, മയ്യിത്തിനെ തൊട്ടും അത് സംഭവിക്കൂല, വലാ അനിൽ മുബാശിരി, ഈ അറവ് നടത്തിയവനെ തൊട്ടും സംഭവിക്കൂല എന്ന് അല്ലാമ സഖാഫ് തങ്ങളൊക്കെ തെർഷി പോലെയുള്ള കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണപ്പെട്ടവരെ തൊട്ട് ഉലുഹിയത്ത് അറുക്കാൻ അവരെ വസിയ്യത്ത് വേണം. വസിയ്യത്ത് ഉണ്ടെങ്കിൽ എത്രയും പറ്റും.
അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ വസിയത്ത് ചെയ്തതിൻ്റെ പേരിൽ വർഷാവർഷം പകരമായി അറുത്തിരുന്നു എന്ന് സ്വഹീഹ ഹദീത്തുകളിലും ചരിത്ര കിതാബുകളും രേഖപ്പെടുത്തുന്നുണ്ട്. വസിയത്തുണ്ടെങ്കിൽ അറുക്കാം, അല്ലെങ്കിൽ അറുക്കാൻ പറ്റൂല. പ്രബലമായ നിയമമാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ കീലയും കാലകളുമുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രബലമായത് മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഉസ്താദ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഹക്കീക്ക അറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഉളിഹത്തും ഹക്കീക്കുമായി ഒരുമിച്ച് അറുക്കുന്നതിനെ കുറിച്ച് എന്താ ഇസ്ലാമിൻ്റെ മാനദണ്ഡം? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട നല്ലൊരു കാര്യമാണ്. ഹക്കീക്ക എന്നുള്ളത് അതിപ്രധാന സുന്നത്താണ്. ഒരു കുഞ്ഞിനെ തൊട്ട് അക്തറുൻ നിഫാസായ 60 ദിവസത്തിൻ്റെ ഇടക്ക് പിതാവിന് സാമ്പത്തിക ശേഷി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടിയെ തൊട്ട് ഹക്കീക്ക അറുക്കുകൾ ഉപ്പാനോട് സുന്നത്തായ ത്വലബ് ഉള്ളൂ. ആ ത്വലബ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്തോ ഉപ്പ് അറുത്തിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിക്കു ശേഷം അവൻ്റെ ഹക്കീക്ക അറുക്കൽ സുന്നത്തുണ്ട്. ഏത് ഹക്കീക്കയായാലും, ഇനി കുട്ടിക്കായാലും എനിക്കായാലും ഒക്കെ ഒരു ആടോ അല്ലെങ്കിൽ ഒരു മാടിൻ്റെ 1/7 ഭാഗം ഈ ഹക്കീക്കക്ക് മതി. ഒരാട് കൊണ്ട് ഉളുഹിയത്തും ഹക്കീക്കയും കൂടി കരുതിയാൽ പറ്റുന്നതല്ല. ഷെയർ കൂടുന്ന വിഷയം പറയുമ്പോൾ പറയാം, ഒരു മാടിലോ ഒട്ടകത്തിലോ 1/7 ഷെയറുണ്ടായാൽ ഒരാളെ ഹക്കീക്കക്ക് മതി, ഒരാളെ ഉളുഹിയത്തിനും മതി. പക്ഷെ ഒരു ഷെയർ കൊണ്ട് തന്നെ ഹക്കീക്കയും ഉളുഹിയയും കൂടി കരുതാൻ പാടില്ല. ഒരു ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾ 70,000 രൂപക്ക് ഒരു മാട് വാങ്ങിയിട്ട് 10,000 രൂപ വാങ്ങി 7 ആളെ ഷെയർ ആക്കുമെന്നെങ്കിൽ എനിക്ക് 2 ഷെയർ എടുക്കാം. ഒരു ഷെയർ എൻ്റെ സുന്നത്തായ ഉളുഹിയത്ത് നിയ്യത്ത് വെക്കാം, ഒരു ഷെയർ എൻ്റെ കുഞ്ഞിനെ തൊട്ടുള്ള സുന്നത്തായ ഹക്കീക്കത്ത് നിയ്യത്ത് വെക്കാം. ഇനി ഒരു ഷെയർ എൻ്റെ ഭാര്യയ്ക്കും അറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവളുടെ സുന്നത്തായ ഹക്കീക്കത്തും, ഇങ്ങനെ 3 ഷെയർ എടുക്കാം. ഒരേ ഷെയർ കൊണ്ട് 2 ഉദ്ദേശിക്കാൻ പാടില്ല, ഒരേ ആട് കൊണ്ട് 2 ഉദ്ദേശിക്കാൻ പാടില്ല. വ്യത്യസ്ത ഷെയറുകൾ എടുത്താൽ വ്യത്യസ്ത ഷെയറുകളെ കൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുക എന്ന് മാത്രമല്ല, തൊയ്ഫയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 7 ആളുകൾക്കും 7 ഉദ്ദേശമാണെങ്കിലും ആ 7 ഷെയറിൽ ആരാണോ നിയ്യത്ത് വെക്കുന്നത്, ഉളുഹിയത്ത് നിയ്യത്ത് വെച്ചവർക്ക് അത് കിട്ടും, ഹക്കീക്ക നിയ്യത്ത് വെച്ചവർക്ക് അത് കിട്ടും. വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാവാം. ഒക്കെ അറുക്കപ്പെടുന്നതിൻ്റെ മുമ്പ് 7-1 കുറയാത്ത ഷെയർ ഭാഗം ഉടമയാക്കുകയും അറുക്കുന്നതിന് മുമ്പ് നിയ്യത്തിലുണ്ടാവുകയും വേണം. കടമുള്ള ആളുകൾക്ക് ഉളുഹിയത്ത് അറുക്കാമോ? കടമുള്ള ആളുകൾക്ക് ഉളുഹിയത്ത് അറുക്കാമോ? നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ ദിനരാത്രികളുടെ മേൽ പറയപ്പെട്ട അത്യാവശ്യ ചെലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവന് ഉളുഹിയത്ത് അറുക്കൽ സുന്നത്താണ്. അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു 4-ാം വാള്യം 15-ാം പേജ്, അതാണ് എൻ്റെ ഓർമ്മ, അവന് മുസ്തഗരിക്കായ കടങ്ങൾ, വലിയ കടങ്ങളുണ്ടെങ്കിലും ഈ സുന്നത്ത് അവന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കടങ്ങളുണ്ടെങ്കിലും ഈ മേൽ പറയപ്പെട്ട കഴിവുള്ളവന്, എത്ര കഴിവുള്ളവനും ഉളുഹിയത്ത് അറുക്കാം, ഷെയർ കൂടാം, അതൊക്കെ അനുവദനീയമാണ്. ഉളുഹിയത്ത് നേർച്ചയാക്കിയാൽ അത് വീട്ടിൽ നിർബന്ധമാണോ? ഉളുഹിയത്ത് നേർച്ച, ഇതും നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബാഫദൽ റളിയല്ലാഹു തആല അൻഹു പ്രത്യേകം പറയുന്നുണ്ട്, ഉളുഹിയത്ത് മൃഗം, ഒരാളെ ഉടമയിലുള്ളൊരു മൃഗത്തെ ഞാൻ ഇതിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാലും, ഇത് നേർച്ചയാണെന്ന് പറഞ്ഞാലും, ഈ മൃഗം ഉളുഹിയത്താണെന്ന് പറഞ്ഞാലും, ഇതിനെ ഞാൻ ഉളുഹിയത്താക്കി എന്ന് പറഞ്ഞാലും, സുന്നത്തായ ഉളുഹിയത്ത് ഉദ്ദേശിച്ച് ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്ന മൃഗത്തെ വഴിയിൽ എന്നോടൊരാൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ഉളുഹിയത്താണ് എന്ന് പറഞ്ഞാൽ പോലും അത് നിർബന്ധമാകും എന്നാണ് നിയമം. നിർബന്ധമാകലോടുകൂടെ തന്നെ അത് അവൻ്റെ ഉടമാധികാരത്തിൽ നിന്ന് ഫക്കീർ മിസ്കിന്മാരിലേക്ക് ഉടമാധികാരം നീങ്ങുന്ന. ചുരുക്കത്തിൽ ഒരു മൃഗത്തെ, തൻ്റെ ഉടമയിലുള്ള ഒരു മൃഗത്തെ നേർച്ചയാക്കി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് ഉളുഹിയത്താണ് എന്ന് പറഞ്ഞാൽ പോലും. അല്ലാമ സയ്യിദ് ബുസ്രി തങ്ങളെ പോലെയുള്ള ചില മഹത്തുക്കൾ അങ്ങനെ വെറും ആരോ ചോദിച്ചപ്പോൾ ഇത് ഉളുഹിയത്താണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിർബന്ധമാകൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രബല നിയമമല്ല. പ്രബലമായ നിയമപ്രകാരം ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഉളുഹിയത്താണെന്ന് പറഞ്ഞാലും. ഇങ്ങനെ ഉളുഹിയത്താണ് എന്ന് പറഞ്ഞതോ നേർച്ചയാക്കിയതോ ആയ വാജിബായ മൃഗമാണെങ്കിൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാണ്ട്. അതിനെ അറവ് നടത്തിയാൽ ആ നാട്ടിലുള്ള ഫുഖറാ മിസ്കീന്മാരായ മുസ്ലിമീങ്ങൾക്ക് തന്നെ കൊടുക്കണം. അറവ് നടത്തിയവനോ അവൻ്റെ ആശ്രിതരോ ആ നിർബന്ധ മൃഗത്തിൽ നിന്ന് അല്പം പോലും എടുക്കാൻ പാടില്ല. സയ്യിദുമാർക്കോ സാമ്പത്തിക ശേഷിയുള്ളവരൊക്കോ നൽകാൻ പാടില്ല.
അവൻ്റെ പ്രദേശത്തിൻ്റെ പുറമെയുള്ള നാട്ടിലേക്ക് അതൊക്കെ കൊടുത്തയക്കാനും പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ ബാധകമാകും നേർച്ചയാക്കിയ മൃഗമാണെങ്കിൽ. നേരെ മറിച്ച് സുന്നത്തായ ഉളുഹിയത്തോ ഷെയറോ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു റിത്തുൽ ശരാശരി ഒരു 450-460 ഗ്രാം പച്ചയായിട്ട് നാട്ടിലുള്ള ഫുഖറാവ് മസാക്കീൻ ആർക്കെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും കൊടുത്താൽ ബാക്കിയുള്ളത് ഇവൻ്റെ വീട്ടുകാർക്കോ കഴിവുള്ളവർക്കോ സയ്യിദുമാർക്കോ നാടിൻ്റെ പുറത്തേക്കോ എവിടേക്കും കൊടുക്കാം. സുന്നത്താണെങ്കിൽ അല്പമെങ്കിലും നാട്ടിൽ വിതരണം ചെയ്യലേ നിർബന്ധമുള്ളൂ. നേർച്ചയാണെങ്കിൽ മുഴുവനും സാധുക്കൾക്ക് തന്നെ കൊടുക്കണം, നാട്ടിൽ തന്നെ വിതരണം ചെയ്യണം, സയ്യിദുമാർക്ക് കൊടുക്കാൻ പാടില്ല, ഇവൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്നിത്യാദി ഒരുപാട് നിർബന്ധ നിയമങ്ങൾ നേർച്ച ഉളുഹിയത്താകുമ്പോൾ, നേർച്ച ഹഖീഖത്താണെങ്കിലും അങ്ങനെ തന്നെ അതിന് ബാധകമാകും. സുന്നത്താകുമ്പോൾ ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പല ആളുകളും പള്ളി കമ്മിറ്റിയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഷെയറായി ഉളുഹിയത്ത് ഇറക്കുമ്പം അതിൽ ഒരു ഷെയറോ 2 ഷെയറോ ചിലരോട് നേർച്ചയായി കരുതും. ഈ നേർച്ചയാക്കി കരുതിയാലൊന്നും മറ്റുള്ളതിൽ കൂട്ടിക്കലർത്താൻ പാടില്ല. കൂട്ടിക്കലർത്തിയാൽ വലിയ വിഷമം വരും. കാരണം ഇവൻ്റെ ആ ഒരു ഷെയർ അല്ലെങ്കിൽ ആ ഒരു മൃഗം നേർച്ചയാണെങ്കിൽ അത് മുഴുവനും സാധുക്കൾ കൊടുക്കുക നിർബന്ധമാണ്. അതുപോലെ നമ്മുടെ മഹല്ലുകളിൽ ഇന്ന് നമ്മൾ കാണുന്ന ഷെയറുമായിട്ടുള്ള ഉളുഹിയത്തിനെ കുറിച്ചൊന്ന് ഉസ്താദ് വിശദീകരിക്കും. അത് നമുക്ക് പ്രോത്സാഹിക്കാൻ പറ്റുമോ ഇല്ല ഉസ്താദ്? ഒരു കുറച്ച് കാലത്തിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു മഹല്ല് നേതൃത്വങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് ഷെയറായി ഉളുഹിയത്ത് കർമ്മം തുടങ്ങുന്നത്. ഒരുപാട് ഉപകാരങ്ങളുള്ളതാണത്. നല്ല നീയത്തും വേണ്ടപ്പെട്ടവർ ശരിക്കും ശ്രദ്ധയും വെക്കുകയാണെങ്കിൽ സമൂഹത്തിന് വലിയൊരു ഉപകാരം ചെയ്യുന്ന നല്ല കർമ്മം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം അപാകതകൾ വളരെയേറെ വരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കണം. ഇത് നമ്മളെ സാധാരണ മൗലിദ് നേർച്ചകളെ പോലെ കുറേ ആളുകളോട് കാശ് വാങ്ങിയിട്ട് കുറേ ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നത് മാത്രമായാൽ പറ്റില്ല. അതിൻ്റെ നിബന്ധനകൾ പാലിച്ചിട്ടുള്ളത് പഴയ ആൾക്കാർ പറയുന്നത് പോലെ വെളുക്കാൻ തേച്ചാ പാണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ നേതൃത്വം കൊടുക്കുന്നവർ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണത്. ശരിക്കും ഓരോ ആൾക്കാർ അവനവൻ അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് മൃഗത്തെ വാങ്ങിക്കൊണ്ട് മഷതി ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു മൃഗം ഇറക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് എൻ്റെ കുട്ടികളെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ പാടെ കൂട്ടിയിട്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തിൽ നറുക്കുക എന്നുള്ള സുന്നത്താണ്. ആ സുന്നത്തൊക്കെ ഇതിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കുറേ സാധുക്കൾക്ക് ഷെയർ കൂടിയിട്ട് അതിലൊക്കെ കൂടാം എന്നൊരു ഗുണമുണ്ട്. നാട്ടുകാർക്ക് കുറേ മാംസം കിട്ടുക എന്നുള്ള ഗുണമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ശ്രദ്ധിക്കാനുള്ളത് വളരെ ചുരുക്കം ഒരു 6 കാര്യം പറയുന്നു. നമ്പർ 1, അയബില്ലാത്ത ഉളുഹിയത്തിന് പറ്റുന്ന മൃഗത്തിൻ്റെ 7/1 കുറയാത്ത ഒരു ഭാഗം ഷെയർ കൂടുന്ന ഓരോരുത്തർക്കും അറക്കുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായും ഉടമയായിരിക്കണം. പല സ്ഥലത്തും കുറേ കാശ് വാങ്ങി എന്നിട്ട് കുറേ പല വിലക്കും മൃഗങ്ങൾ കൊടുന്നു. എന്നിട്ട് 7 ആൾക്ക് ഏതോ ഒരു മൃഗം ഈ വാങ്ങിയവരാണോ ഉടമയാക്കി കൊടുക്കുന്നത്? ഉടമയാക്കി കൊടുക്കാൻ ഒന്നുകിൽ ഉടമയാവണം മറ്റൊരാൾക്ക് ഉടമയാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ വക്കീലാകണം ഉടമയാക്കി കൊടുക്കുന്നത്. ഇത് ഇവരാരെയോ ഏൽപ്പിച്ചു, ആരോ പോയി മൃഗം വാങ്ങി, ഏതോ ആളുകളാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞ് നിർണയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടൊന്നും ആകൂല. അതിനൊക്കെ വ്യക്തമായ നമ്മൾ നിക്കാലൊക്കെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ആരാണ് വലിയ, അതാ ഏൽപ്പിക്കേണ്ടവൻ ഏൽപ്പിക്കുന്നു, അതിൻ്റെ ആ നിക്കാഹിൻ്റെ ഷർത്ത് പ്രകാരമാകുന്നു. ഇവിടെയും ഏൽപ്പിക്കേണ്ടവൻ ഏൽപ്പിക്കണം, വക്കീലാകണം. ഇതൊന്നുമില്ലാതെ കുറേ കമ്മിറ്റി വാങ്ങിക്കൊണ്ടുവരുന്നു, കുറേ മൃഗങ്ങൾ, എന്നിട്ട് എന്തൊക്കെയോ ഷെയർ വാങ്ങുന്നു, പല വിലക്കുള്ള പല മൃഗങ്ങൾ. ചിലയിടത്തൊക്കെ സാധിക്കുന്നവരോട് 2000-3000 ഒക്കെ വാങ്ങിയിട്ട് അവർക്കൊക്കെ ഷെയർ എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. ഏതായാലും ഇതാ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അറവ് നടത്തുന്നതിൻ്റെ മുമ്പ് ഈ അറവ് നടത്തപ്പെടുന്ന മാടിൽ 7 ആളാണോ ഷെയർ എങ്കിൽ ആ 7 ആളെ നിർണയിച്ചുകൊണ്ട് മൃഗവും നിർണയിച്ചുകൊണ്ട് ഓരോ ആളുകൾക്കും 7/1 കുറയാത്ത ഷെയർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് അവരങ്ങനെ തീരുമാനിച്ചാൽ പോരാ. ആരാണോ മൃഗം വാങ്ങിയത്, ആരെ ഉടമയിലാണോ വാങ്ങിയത്, ആ ഉടമയിൽ വാങ്ങിയവരോ അവരെ വക്കീലോ ഈ ഷെയറുകാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ മൃഗം അവരുടേതാവുകയുള്ളൂ. ഏതാവട്ടെ, അറുക്കുന്നതിന് മുമ്പ് 7 കുറയാത്ത ഷെയറുകൾ ഓരോരുത്തർക്കും നിർബന്ധമായും ഉടമയായിരിക്കണം. അത് മിക്കവാറും നമ്മൾ വിലയിൽ തുല്യമാകുമ്പോഴാണ് ഉടമയാകുക എന്നുള്ള നിലക്കാണ് 70,000-ൻ്റെ ഒരു മാടാണെങ്കിൽ 7 ആളുകൾ 10,000 വെച്ച് തന്നെ എടുക്കണമെന്ന് പറയാൻ കാരണം ഒരാൾ 5,000 എടുത്ത് ഒരാൾ 15,000 എടുത്ത് ആ എടുത്ത തുകക്ക് അനുസൃതമായിട്ടാണ് ഉടമ എങ്കിൽ ഒരാൾക്ക് 14 കിട്ടുള്ളൂ 5,000-ൻ്റെ ആൾക്ക്. നേരെ മറിച്ച് എനിക്കൊരു മൃഗം ഉണ്ടെങ്കിൽ ഞാൻ ആ മൃഗം നിങ്ങൾക്ക് 7/1 5,000-ന് ഷെയർ തരാം,
എൻ്റെ മൃഗത്തിന് ഞങ്ങൾക്ക് വില കെട്ടിയിട്ട് വേറൊരാൾക്ക് വേണമെങ്കിൽ 15,000 ഒരാൾക്ക് ഷെയർ കൊടുക്കാം, 20,000 ഒരാൾക്ക് ഷെയർ കൊടുക്കാം. എൻ്റെ സാധുവായ വാപ്പാക്ക് മോനെ എനിക്കൊന്ന് ഇറക്കാൻ പൂതിയുണ്ടല്ലോടാറ്, എന്നാൽ എൻ്റെ വാപ്പാക്ക് ഞാൻ ഏയിലൊന്ന് വെറുതെ ഷെയർ എന്നൊന്ന് പറയാം. ഏതായാലും ഈ കൂടിയവർക്കൊക്കെ ഏയിൽ കുറയാത്ത ഷെയർ ഉണ്ടല്ലോ, അത് മതി. അത് വേണമെന്നുള്ള നിലക്കാണ് ഏയിൽ സംഖ്യ തുല്യമാണെന്ന് പറയുന്നത്. മിക്കവാറും സംഖ്യ തുല്യമാകുമ്പോഴാണ് ഈ ഷെയർ കൃത്യമാകുക എന്നുള്ളത്. ഏതായാലും ഏയിലൊന്നിൽ കുറയാത്ത ഷെയർ ഉണ്ടാകണം, ഏറെ ആവാം. ഒരു ഉദൂഹിയത്തിൽ മാടിൽ 2 ആൾ കൂടി ഇറക്കാം, പകുതി ഇയാൾക്ക് ഉദൂഹിയത്താകും, പകുതി അയാൾക്ക് ഉദൂഹിയത്താകും. 3 ആൾ കൂടി ഇറക്കാം, സുലുസ് ഇയാൾക്കും ഉദൂഹിയത്ത്, അയാൾക്കും സുലുസ്, ഇയാൾക്കും സുലുസ് ഒക്കെ ആവാം. 7 വരെ ആവാം, 7 കൂടാൻ പാടില്ല. അതുപോലെ തന്നെ 14 ആൾ കൂടിയിട്ട് 2 പോത്തിനെ അങ്ങ് വാങ്ങിയിട്ടാണ്ട് ഉദൂഹിയത്ത് അറുത്താൽ 7 ആൾക്ക് ഈ ഒരു മൃഗത്തെയും 7 ആൾക്ക് ഈ മൃഗത്തെയും നിർണയിച്ചിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മൃഗത്തിലും 14-ൽ 1 ഷെയർ ഉണ്ടാകുക. അപ്പോൾ അത് ഉദൂഹിയത്താവില്ല. അപ്പോൾ നമ്മൾ 2 ആളും കൂടി പോയിക്കാണ്ട് 2 ആടിനെ വാങ്ങിയിട്ടാണ്ട് ഉദൂഹിയത്ത് അറുത്തു. അപ്പോൾ ഒരാട് നിങ്ങളെ പകുതിയാണ്, ഒരാൾ എൻ്റെ പകുതിയാണ്. അത് ഉദൂഹിയത്തും ഹഖീഖത്തും ഒന്നും ആവില്ല, വെറും മാംസദാനമാവും. നേരെ മറിച്ച് ഈ ആട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരാടിനെ നിങ്ങളും ഈ ആടിനെ ഞാനും അങ്ങനെ തന്നെ വരണം. അപ്പോൾ ഈ ഷെയറായി ഇറക്കുമ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് 7-ൽ കുറയാത്ത ഷെയർ അറുക്കുന്നതിൻ്റെ മുമ്പ് നിർണിതമായ 7 ആളുകളിൽ ഓരോ ആൾക്കാർക്ക് വേണം. 1. 2, ഓരോ ആളുകളും അതിൻ്റെ നിയ്യത്ത് വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മൂന്നാമത്തെ ഒരു കാര്യം, തുഹഫത്തുൽ മുഅ്താജ് 9-ാം വാള്യം 349-ാമത്തെ പേജിലും ഖൽയൂബി 4-ാം വാള്യം 250-ാമത്തെ പേജിലുമൊക്കെ 7 ആൾ ഷെയർ കൂടിയിട്ട് ഒരു മാടിനെ അറുക്കുകയാണെങ്കിൽ ഓരോ ഷെയറിൽ നിന്നും ദാനം ചെയ്യൽ ഓരോരുത്തർക്കും നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ 7 ആൾ കൂടിയിട്ടൊരു മാടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ 6 ആളും അവനവൻ്റെ വിഹിതം ഫുള്ള് കൊണ്ടുപോയി, 7-ാമത്തെ ആൾ ഞാൻ എൻ്റെ വിഹിതത്തിൽ നിന്ന് നിങ്ങളെ തൊട്ടൊക്കെ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് വീടൂല എന്നാണ്. നേരെ മറിച്ച് 7 വിഹിതമാക്കി ഒക്കെ തിരിച്ചിട്ട് അതിൻ്റെ ശേഷം തന്നെ ഓരോരുത്തരും കൊടുക്കണം എന്നർത്ഥമല്ല. ഫത്താവ ഷാലിയാത്തി ഫത്താവ ലസേരിയ 138-ാമത്തെ പേജിൽ മഹാൻ പറയുന്നുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു പതിവുണ്ട്. അപ്പോൾ നാം 7 ആൾ കൂടി അറുത്ത് എന്നിട്ട് ആദ്യം ആ മാംസം 3 ഭാഗമാക്കും. അതിൽ നിന്നുള്ള 2 മാംസം 2 ഭാഗം 2 മൂന്നലുന്നുകൾ 3 സുലുസുകൾ 2 സുലുസുകൾ, അതായത് 66% സാധുക്കൾക്ക് അങ്ങ് വിതരണം ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 33% കൊണ്ട് നമ്മൾ 7 ഭാഗമാക്കിയിട്ട് അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അതുമതി. കാരണം ആ 66%-ൽ നാം 7 പേരുടെയും വിഹിതം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആ 7 പേരുടെയും വിഹിതം ഫുഖറാ മസാക്കീൻ എത്തിയിട്ടുണ്ട്. അത് വേണം, അത് മതി. നേരെ മറിച്ച് ഓരോരുത്തരും വേണമെന്നില്ല, വേറെ തന്നെ ആക്കിയിട്ട് ഓരോരുത്തരും കൊടുക്കണം എന്ന് നിർബന്ധമല്ല. അവനവൻ്റെ അംശത്തിൽ നിന്ന് ദാനം വരണം എന്നേ ഉള്ളൂ. പക്ഷെ ചില നാടുകളിലൊക്കെ അറുത്തിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് വിതരണം ചെയ്തൊരു പ്രവണത ഉണ്ട്. അതിലൊക്കെ ഓരോരുത്തരുടെയും അംശത്തിൽ നിന്ന് ഫുഖറാ മസാക്കീന് എത്തിയോ എന്ന് സംശയിക്കണം. കാരണം പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിൽ ചില നല്ല സമ്പന്ന മഹല്ലുകളിലും സമ്പന്ന നാടുകളിലുമൊക്കെ ഫുഖറാ മസാക്കീനൊക്കെ എത്താൻ പ്രയാസമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്നും കൂടി ഔന്നിത്യം, സൂക്ഷ്മത, നാം 7 പേര് കൂടിയിട്ട് ഒരു മാടിനെ അറുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 3-1 എത്രയാണ് നാം 7 ആൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി സ്വന്തം എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്കുള്ള ഓഹരി എടുക്കും. അവനവൻ്റെ വീട്ടിലേക്കുള്ള ആ ഓഹരിയിൽ നിന്ന് ചുരുങ്ങിയത് 1/2 കിലോ എങ്കിലും ഫക്കീറോ മിസ്കീനോ ആണ് എന്ന് ഉറപ്പുള്ള നാട്ടിലെ ഒരാൾക്ക് ഞാൻ എൻ്റേതിൽ നിന്ന് സ്വന്തമായിട്ട് വിതരണം ചെയ്താൽ എൻ്റെ ആ ഉദൂഹിയത്തിൽ നിന്ന് നിർബന്ധമായും വിതരണം ചെയ്യേണ്ട വിഹിതം കൊടുത്തു എന്ന് എനിക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ. ഇതിങ്ങനെ ഓരോരുത്തരും വേർതിരിച്ചെടുത്തതിൻ്റെ ശേഷം കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഒന്നും വിൽപ്പന നടത്താനോ കൂലി കൊടുക്കാനോ പാടില്ല. ഈ ഇറച്ചിപ്പണിക്ക് കൂടിയവർക്കൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് കൂലിയായിട്ടാണോ എങ്കിൽ അത് ഹറാമാകും. നാലാമത്തെ കാര്യം, തോല് മിക്ക സ്ഥലങ്ങളിലും ഇത് അറക്കുന്നവരെ വിൽക്കാൻ വേണ്ടി ആളെ ഏൽപ്പിക്കലാണ്. ഈ അറക്കുന്ന ആളുകൾ മുലഹികളോ അവരുടെ വക്കീലുകളോ ഇതിൽ ഒന്നും തോല് പോലും വിൽക്കാൻ ഏൽപ്പിക്കാനോ പാടില്ല. നേരെ മറിച്ച് ഇവർ സാധുക്കളായ ആളുകൾക്ക് ദാനം ചെയ്യാം. സാധുക്കളായ ആളുകളെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സഹായിക്കാം. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ദാനം ചെയ്തതിൻ്റെ ശേഷം ഞങ്ങളിതുകൊണ്ട് കുടുങ്ങിയാലോ നിങ്ങൾ വിറ്റ് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വിറ്റ് കൊടുക്കാം. അല്ലാതെ ഉദൂഹിയത്ത് നിർബന്ധമായാലും സുന്നത്തായാലും നമ്മൾ തന്നെ അതിൻ്റെ തോല് വിറ്റിട്ട് ആ വിറ്റ കാശ് സ്വീകരിക്കലും ഹറാമാണ്, വിൽക്കലും ഹറാമാണ്. ആ കാശ് പിന്നെ ഞാൻ കൊണ്ടുപോയി
ദാനം കൊടുത്തേക്കുകയാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഉദൂയത്തിൻ്റെ ഒന്നും വിൽക്കാൻ പാടില്ല. അത് കിട്ടുന്ന കാശ് ദാനം കൊടുക്കലാണല്ലോ എന്നുള്ളത് അതിന് പരിഹാരമല്ല. ചിലയിടത്ത് ഏറെ വന്ന പൊതികൾ കഴിഞ്ഞ വർഷം ലേലം ചെയ്തു കാശ് പള്ളിക്കെടുത്തു എന്ന് പോലും കേൾക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. അഞ്ചാമത്തെ കാര്യം, ഈ ഷെയറുകളിലെങ്ങാനും നിർബന്ധമായതുണ്ടെങ്കിൽ അത് കമ്മിറ്റിയെ വേറെ തന്നെ അറിയിക്കുകയും അത് വേറെ തന്നെ ആ ഷെയർ എടുത്തു വെച്ചുകൊണ്ട് നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് തന്നെ എത്തി എന്ന് ഉറപ്പിക്കാൻ അവർ വളരെ ശ്രദ്ധ കാണിക്കുകയും വേണം. ഈ നേതൃത്വത്തിലുള്ളവരോട് പ്രത്യേകം വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, വലിയൊരു കാര്യമാണ്, നല്ല നിലക്കാണെങ്കിൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ആരെങ്കിലും ഷെയറുകാർ കാശ് ഏൽപ്പിക്കുക, ആരെങ്കിലും പോയി വാങ്ങുക, ഒരു വക്കാലത്ത് ഒരു നിലക്കും ഏൽപ്പിക്കാതെയും ഒരു നിലക്കും ഇല്ലാതെയും നിയ്യത്ത് പോലും ശരിക്കില്ലാതെയും ചെയ്യുന്ന ഈ പ്രവണത നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആറാം കാര്യം, മഹല്ലത്തിങ്ങനെ നടത്തുന്ന പരിപാടിയിൽ കൂടിയില്ല എന്ന് വെച്ച് പലരെയും രണ്ടാം തരം പൗരന്മാരായിട്ടും മഹല്ല് ഊരുവലങ്ങാനും ഉസ്താദിനൊക്കെ അവരോട് കണ്ട ഒരു വെറുപ്പും ഇങ്ങനെ കാണിക്കുന്ന പല മഹല്ലുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ശരിയല്ല. ഞാൻ എൻ്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് ഇറക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നേതൃത്വം സമ്മതിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതൊരിക്കലും മഹല്ലിനോടുള്ള അനിഷ്ടമോ മഹല്ലിനോടുള്ള വെറുപ്പോ കൊണ്ടല്ല. അത് അവൻ്റെ വീട്ടിൽ വെച്ച് അവൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് ഇറക്കുക എന്നുള്ള ആ സുന്നത്ത് നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലോ സാധിക്കുന്നവർ മഹല്ല് കമ്മിറ്റിയോടൊക്കെ സഹകരിച്ചിട്ട് എല്ലാവരോടും ചെയ്യുമ്പോൾ അത് നല്ലതാണ്. പക്ഷേ ഇതൊരു നിർബന്ധിക്കുന്ന സ്വഭാവമൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ സംഘടിത ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ നന്ദി ഉസ്താദ്. ഉസ്താദിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നത്. ഉസ്താദിൻ്റെ അറിവിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കണം. നല്ല കാര്യങ്ങളാണ്, സൽക്കരമാണ്. കഴിവുന്നവരൊക്കെ ഒരു ഷെയറെങ്കിലും കൂടിയിട്ട് അറിവിന് സാധിക്കുന്നവരൊക്കെ അതിൽ കൂടണം. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിൽ വരാൻ പോകുന്നത്. പരമാവധി പരലോകത്തേക്കുള്ള വിഭവങ്ങൾ സ്വരൂപിക്കാൻ ഈ ദിവസങ്ങളിലൊക്കെ നാം ബദ്ധശ്രദ്ധരാകണം. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും സുപ്രഭാതത്തിൻ്റെ അണിയറ ശില്പികൾക്കും നമ്മുടെ നേതാക്കൾക്കും ഉലമാവിനും സയ്യിദുമാർക്കും ഒക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് വീണ്ടും വീണ്ടും വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.